അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പൂവിൻ്റെ കൂട്ടത്തിലും അതുപോലെ ഔഷധ ഗുണമുള്ള പിച്ചകത്തിനെ കുറിച്ചാണ് കേട്ടോ. പിച്ചകം എന്ന് പറഞ്ഞാൽ ഇപ്പം കൂടുതലായിട്ട് എവിടെയൊന്നും കാണയില്ല നമ്മൾ. അപ്പോൾ നമ്മളെ വീട്ടിൽ ചെറിയൊരു കൊമ്പുണ്ടാവും, അത്യാവശ്യം വളർന്ന് നല്ല പൂവൊക്കെ ഇടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് അപ്പോൾ വൈദ്യന്മാരൊക്കെ ഇത് പറയല് കേട്ടോ. ഏതായാലും നമ്മളെ പുരയിൽ കണ്ടമാനം പൂത്തുണ്ട്. എന്താണ് ഇതിൻ്റെ ഗുണമെന്ന് നമുക്കറിയില്ല. അടുത്ത വീട്ടിൽ നിന്ന് ഒരു കൊമ്പ് കിട്ടിയപ്പോൾ നമ്മൾ കൊണ്ട് കുഴിച്ചിട്ടേന്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലോണം പൂവുണ്ട് ഇപ്പോൾ അവന്. മഴ അങ്ങോട്ട് കണ്ടാൽ അത് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു വേഗം പൂവിടുണ്ട് തോന്നുന്നു. കാരണം 2 ദിവസം മുന്നേ മഴ ഒന്ന് ചാറിയിരുന്നു. അപ്പോഴാണ് ഇതിന് പെട്ടെന്നൊരു ഉണർവുണ്ടായി കുറേ പൂവിടൽ തുടങ്ങി. ഏതായാലും വേണ്ടില്ല, ആവശ്യക്കാരുണ്ട് നമ്മളെ പുരയെ വന്നോളി. അത്ര തോനെയൊന്നും കൊണ്ടുപോകില്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അർജൻറ്റുള്ളവരൊക്കെ വന്ന് എന്തോ മരുന്നുണ്ടാക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പൂവൊക്കെ ഇവിടുന്ന് കൊണ്ടുപോവാം. ഇപ്പോൾ അത്യാവശ്യം പൂവൊക്കെ വിരിഞ്ഞിന്. നമ്മൾ കൂടുതലായിട്ടൊന്നും അതിനെ നോക്കുകയില്ല. എന്തായാലും മഴ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ പൂവുണ്ടായത് നമുക്കറിയാം. ഇടയ്ക്കൊക്കെ ലേശം വെള്ളം പറന്ന് കൊടുക്കുക അല്ലാതെ കൂടുതലായിട്ടുള്ള നോട്ടമൊന്നുമില്ല. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ പുരയെ വന്നാൽ കൊണ്ടുപോവാം കുറച്ചൊക്കെ പൂവ്. അപ്പോൾ മറക്കണ്ട, പിച്ചകം.